ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 2025 ഡിസംബറോടെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. പുതിയടത്ത് താഴം ചിറക്കുഴി റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. എല്ലാ കേന്ദ്ര അവഗണനകളെയും ചെറുത്തു തോൽപ്പിച്ച് കേരളം പട്ടിണിക്കാരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ബേപ്പൂരിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. 2025 ഡിസംബറോടെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ഒള്ളൂർ കടവ് പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബാലുശ്ശേരി മണ്ഡലത്തിലെ ഉള്ളേരിയെയും കൊയിലാണ്ടി മണ്ഡലത്തിലെ ചെങ്ങോട്ടുകാവിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഒള്ളൂർ കടവ് പാലം. 18.99 കോടി രൂപ ചെലവഴിച്ചാണ് പാലം പണി പൂർത്തീകരിച്ചത്. നിർമ്മാണം പൂർത്തിയായ പാലം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. പശ്ചാത്തല വികസനത്തിന്റെ എല്ലാ സാധ്യതകളും നടപ്പാക്കിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 3.25 കൊല്ലത്തിനിടെ 100 പാലങ്ങൾ സർക്കാർ നിർമ്മിച്ചു. നിലവിൽ 130ഓളം പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു. ഈ സർക്കാരിന്റെ കാലത്ത് ഇനിയും 50ഓളം പുതിയ പാലങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 130ലധികം പാലങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനായി. 100 പാലങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു 50 എണ്ണമെങ്കിലും ഈ ഗവൺമെന്റിന്റെ കാലാവധിയിൽ പൂർത്തീകരിക്കാനാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. KM സച്ചിൻ ദേവ് MLA അധ്യക്ഷത വഹിച്ചു. കാനത്തിൽ ജമീല MLA മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മുൻ MLAമാരായ P. വിശ്വൻ, K. ദാസൻ, പുരുഷൻ കടലുണ്ടി എന്നിവരും വിശിഷ്ടാതിഥികളായി എത്തി. പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS അജിത്, പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാബുരാജ്, ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അനിത, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C. അജിത, ഷീബ മലയിൽ, ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NM ബലരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. പുതിയടത്ത് താഴം ചിറക്കുഴി റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കലക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ചിൽ അണിനിരന്ന പ്രവർത്തകർ നിലത്ത് കിടന്ന് പ്രതിഷേധിച്ചു. റോഡിന് ഒത്തുകളിച്ചു തകർക്കരുത്. പുതിയടത്ത് താഴം ചിറക്കുഴി റോഡിന്റെ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ച് നടത്തി. മാർച്ചിൽ പങ്കെടുത്തവർ പ്രതിഷേധ സൂചകമായി പായ വിരിച്ചു കിടന്ന് പ്രതിഷേധിച്ചു. പൊടിശല്യം മൂലം പുറത്തിറങ്ങി നടക്കാനും വീട്ടിൽ കിടക്കാനും പറ്റാത്ത സാഹചര്യം ഇല്ലാത്തതിനാലാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ PK സോമൻ, P. നന്ദകുമാർ, രാജൻ, K. ജീജാബായി, ശരത് എന്നിവർ സംസാരിച്ചു. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. വളരെ നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ടാറിങ്ങെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ പുതിയടത്ത് താഴം മുതൽ ചിറക്കുഴി വരെ സഞ്ചരിക്കാവുന്ന രീതിയിലേക്ക് എത്തിയതാണ്. ആ സമയത്താണ് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം നമ്മുടെ റോഡിനെ ഗവൺമെന്റ് ഏറ്റെടുത്തത്. നമ്മളെല്ലാം വളരെയധികം സന്തോഷിച്ചു, വളരെയധികം ആഹ്ലാദിച്ചു. ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ നല്ലൊരു റോഡ് നമ്മുടെ നാട്ടിൽ വന്നു ചേരുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. എന്നാൽ അതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ട് നമ്മളെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മളെല്ലാം രോഗാതുരമാക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ റോഡിനെ
എത്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എല്ലാ കേന്ദ്ര അവഗണനകളെയും ചെറുത്തു തോൽപ്പിച്ച് കേരളം പട്ടിണിക്കാരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. സിപിഎം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദായനികുതി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയ ശക്തികളുമായി ചേർന്ന് UDF സൃഷ്ടിക്കാനൊരുങ്ങുന്ന കൂട്ടായ്മയ്ക്ക് ഇടതുപക്ഷ അടിത്തറയെ തകർക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടത് സർക്കാരിന് മൂന്നാമതും ഭരണ തുടർച്ചയ്ക്ക് തയ്യാറെടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ഇടത് സർക്കാരിനെ ദുർബലപ്പെടുത്താനാണ് UDF ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും പണപ്പെരുപ്പ് നിരക്ക് വർദ്ധിക്കുകയും രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഇടിയുകയും ചെയ്യുക എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ ദരിദ്രവൽക്കരണത്തിന്റെ അളവ് വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് കേന്ദ്ര നയങ്ങളുടെ ഒരു പൊതുചിത്രം. രാജ്യത്തിന്റെ വരുമാനം മേലേക്കടയിലുള്ള വലിയ മുതലാളിമാർക്ക് വീതിച്ചു കൊടുക്കുക എന്ന ജോലി മാത്രമാണ് നരേന്ദ്രമോദി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ മർമ്മപ്രധാനമായ മേഖലകളുടെ നിയന്ത്രണം വലിയ കോടീശ്വരന്മാർക്ക് വിധിച്ചു കൊടുത്തു. 5 കോടീശ്വരന്മാർ ഇന്ത്യ വീതിച്ചെടുക്കുകയാണ്. ലോകത്തിന്റെ അപൂർവമായ ഒരു സംഭവമാണിത്. പ്രതിഷേധ പരിപാടിയിൽ പി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എം മെഹബൂബ്, കെ ലതിക, എ പ്രദീപ് കുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂരിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പ്രവർത്തകരെ സംഗമത്തിൽ ആദരിച്ചു. കോർപ്പറേഷൻ 47-ാം ഡിവിഷനിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റും മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മഹാത്മാ കുടുംബ സംഗമങ്ങളിൽ ഞാൻ ഒരുപാട് പരിപാടികൾ സംബന്ധിച്ചിട്ടുണ്ട്. ഈ വർഷം ഞാൻ പങ്കെടുത്ത ഏറ്റവും നല്ല പരിപാടി ഈ വാണിജ്യ പരിപാടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം സംഘാടകന്മാർക്കും അവരുടെ സംഘാടക വൈഭവത്തിനും നേതൃത്വ ഭാവത്തിനൊക്കെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. സുന്ദരേട്ടൻ നമുക്ക് അഭിമാനമാണ്. ഈ അഭിമാന മുഹൂർത്തത്തിൽ പങ്കാളിയെ എല്ലാവരെയും വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ അനുമോദിച്ചു. പരിപാടിയിൽ TK അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, DCC ജനറൽ സെക്രട്ടറിമാരായ നിജേഷ് അരവിന്ദ്, KM ഗണേഷ്, INTUC ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാബു, പ്രസന്ന കരോളിൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M ഷെറി തുടങ്ങിയവർ സംബന്ധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മുരളി ബേപ്പൂർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് പിലാക്കൽ, മനാഫ് മൂപ്പൻ, ഡിവിഷൻ പ്രസിഡന്റ് T രാജലക്ഷ്മി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ അത്തോളിക്കാവ് ശിവക്ഷേത്ര പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായി. വലിയ ജനപങ്കാളിത്തത്തോടെയായിരുന്നു ഉത്സവാഘോഷം. ഫെബ്രുവരി 24 തുടങ്ങി 3 ദിവസങ്ങളിലായി നടത്തിയ ശ്രീ അത്തോളിക്കാവ് ശിവരാത്രി മഹോത്സവം സമാപിച്ചു. ആചാരങ്ങളിൽ പങ്കെടുക്കാനും കലാപരിപാടികൾ ആസ്വദിക്കാനും ജനം ക്ഷേത്രത്തിലേക്കെത്തി. ആദ്യ ദിവസം സർവേശ്വര്യ പൂജയും ദീപാരാധനയും നടത്തി. 2ാം ദിവസം ആധ്യാത്മിക പ്രഭാഷണവും കലാപരിപാടികളും നടന്നു. ശിവരാത്രി ദിവസമായിരുന്നു സമാപനം. ഇത്തവണത്തെ ഉത്സവം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായതായി ക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് KM രാജൻ പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങൾ അത് ഏറ്റെടുത്ത ഗംഭീര വിജയമാക്കിയ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കൊടിമര പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാം. ധ്വജപ്രതിഷ്ഠ ചടങ്ങുകളുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയ്ക്ക് കൊടിമരത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു. ക്ഷേത്രമുറ്റത്ത് കൊടിമരത്തിന് ആവശ്യമായ തേക്ക് മരം ഈ ക്ഷേത്രമുറ്റത്ത് എത്തിയിരിക്കുകയാണ്. പ്രത്യേകം പറയാനുള്ളത്, കൊടിമര ഘോഷയാത്ര ഈ നാട്ടിലെ ജനങ്ങൾ, അതിൻ്റെ താലപ്പൊലിയിലൊക്കെ ഈ നാട്ടിലെ മാതൃസമിതി, വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതിയൊക്കെ അത് ഏറ്റെടുക്കുകയാണ്. ശിവരാത്രി ദിവസം അത്തോളിക്കാവ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അഖണ്ഡ നാമജപത്താൽ ക്ഷേത്രാങ്കണം ഭക്തിസാന്ദ്രമായി. വിജയന്മാരുടെ നേതൃത്വത്തിൽ മേളവും കൊട്ടിക്കയറി. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻകുട്ടി നമ്പ്യാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ. ബ്രഹ്മശ്രീ തരണനല്ലൂർ പത്മനാഭനുണ്ണിയാണ് ക്ഷേത്രം തന്ത്രി. സെക്രട്ടറി KM രവീന്ദ്രൻ, ട്രഷറർ അരവിന്ദാക്ഷൻ കുനിയിൽ എന്നിവരും കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. നല്ലൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം 2 ദിവസങ്ങളിലായി വിവിധ പൂജാതി കർമ്മങ്ങളോടെയും കലാ സാംസ്കാരിക പരിപാടികളോടെയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് കാർമ്മികനായി. പുലർച്ചെ 5 മണിക്ക് നട തുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, വൈകുന്നേരം സർപ്പബലി, ദീപാരാധന, ഉദ്ഘാടന സദസ്സ്, സോപാന സംഗീതം, ഭജന, ആലുവ രംഗകല അവതരിപ്പിച്ച നാടകം, ശിവശക്തി എന്നിവയായിരുന്നു നല്ലൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളുടെ ആദ്യദിന പരിപാടികൾ. ശിവരാത്രി ദിവസം പുലർച്ചെ ഗണപതി ഹോമവും 1000 കുടം ധാരയും കൂവളം മൂടൽ ചടങ്ങും നടന്നു. ശിവ സഹസ്രനാമ പാരായണം, സംഗീത കച്ചേരി, ഭക്തിഗാനസുധ, കരോക്കെ ഭക്തിഗാനം, വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയോടെയുള്ള കാഴ്ചശീവേലി, ആഘോഷവരവ്, സാംസ്കാരിക സദസ്സ് എന്നിവയും നടന്നു. ഭക്തിസേവ, ദീപാരാധന, ഇരട്ടത്തായമ്പക, അത്താഴപൂജ, ഇളനീർ അഭിഷേകത്തോടുകൂടിയ ശിവരാത്രി പൂജ എന്നിവയായിരുന്നു പിന്നീടുള്ള പ്രധാന ചടങ്ങുകൾ. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തനതിടം ചിത്രഭിത്തി ഒരുക്കി. NSS ചേളാരി ക്ലസ്റ്റർ കൺവീനർ സിനു PK ഉദ്ഘാടനം ചെയ്തു. GHSS ബേപ്പൂർ NSS തനതിടം വാൾ NSS ചേളാരി ക്ലസ്റ്റർ കൺവീനർ സിനു PK ഉദ്ഘാടനം ചെയ്തു. NSS ബേപ്പൂർ ക്ലസ്റ്റർ കൺവീനർ സന്തോഷ് കുമാർ KV, പ്രിൻസിപ്പൽ ബാബു CP, HM PT ഷാജി, PTA പ്രസിഡന്റ് TP മനോജ്, സ്റ്റാഫ് സെക്രട്ടറി ബിലിഷ, NSS പ്രോഗ്രാം ഓഫീസർ നസീമ PT തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ ഏറ്റവും വലിയൊരു ഈ അക്കാഡമിക് ഇയറിലെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഈ അക്കാഡമിക് ഇയർ ലാസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ സ്കൂളിലെ മൊത്തം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഭരണഘടനയുടെ ആമുഖവും അതുപോലെ തന്നെ ഫ്രീഡം വാളും ഒക്കെ. അത് മാത്രമല്ല മോട്ടിവേഷൻ വചനങ്ങൾ. ഞാൻ പല സ്കൂളിലും കയറി ചെല്ലുമ്പോൾ ഈ ലഹരി അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് കാണാൻ പറ്റുക, ലഹരിക്കെതിരെയുള്ള ചിത്രങ്ങളൊക്കെ. അപ്പോൾ കുട്ടികളിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെയല്ലാത്തൊരു ചിത്രം നമ്മുടെ ഈ വാളിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾ ഇത്തരം ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ചിട്ടുള്ളത്, കുട്ടികൾക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ട്.
ഫ്രീഡം വാൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രതിസന്ധിയിലും കരുത്തേകുന്ന മോട്ടിവേഷൻ വചനങ്ങൾ ഉൾപ്പെടെ കാഴ്ചക്കാർക്ക് ആകർഷകമാക്കുകയാണ് ബേപ്പൂരിലെ ടീം NSS പ്രോഗ്രാം ഓഫീസറും മോട്ടിവേഷൻ സ്പീക്കറുമായ നസീമ ടീച്ചറുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ ചിത്രഭിത്തി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. KMCT സെന്റർ ഫോർ ഡിജിറ്റൽ ഡെന്റിസ്ട്രി ഉദ്ഘാടനം മാർച്ച് 3 നടക്കും. ഗുരു ഗോബിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പത്മശ്രീ മഹേഷ് വർമ്മ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് KMCT അധികൃതർ പറഞ്ഞു. ടീച്ചിങ് ആയാലും ട്രീറ്റ്മെന്റ് ആയാലും ഇപ്പോൾ ഒരു രോഗനിർണയം മുതൽ ചികിത്സന്റെ പ്ലാനിങ് തുടങ്ങി ചികിത്സ അതിലെല്ലാത്തിലും ഈ ഡിജിറ്റൽ ഒരു റെവല്യൂഷന്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് KMCTയുടെ ലക്ഷ്യം. അതായത് ക്വാളിറ്റി ആസ്പെക്റ്റിൽ നമ്മൾ വല്ലാതെ കമ്മിറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെന്റർ 3D സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ഡിസൈൻ രീതികൾ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ വഴി കൃത്രിമ ദന്തപരിചരണം കൂടുതൽ കൃത്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിൽ KMCT ഡെന്റൽ ഫോർ ഡിജിറ്റൽ ഡെന്റിസ്ട്രി മുതൽക്കൂട്ടായി മാറുമെന്ന് KMCT ഡെന്റൽ കോളേജ് അധികൃതർ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ കൃത്രിമ ദന്ത വിഭാഗം ചികിത്സാ രീതികളുടെ പ്രവർത്തനം ആരംഭിക്കുന്ന സെന്ററിൽ തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആസൂത്രണം ചെയ്യുന്ന ഓർത്തോഡോണ്ടിക് അലൈനറുകൾ, മാക്സിലോഫേഷ്യൽ സർജറി, ഡെന്റൽ ഇംപ്ലാന്റ് തുടങ്ങിയ ചികിത്സകളും നടപ്പിലാക്കും. KMCT സെന്റർ ഫോർ ഡിജിറ്റൽ ഡെന്റിസ്ട്രിയുടെ ഉദ്ഘാടനം മാർച്ച് 3 KMCT ഡെന്റൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ആയിഷ നസ്രീൻ, ഡോക്ടർ മനോജ് കുമാർ, പ്രോസ്ത്രോഡോണ്ടിക്സ് വിഭാഗം പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ ശ്രീജിത്ത്, ഡെന്റൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ സുജാത S എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബ് കാലിക്കറ്റ് ഈസ്റ്റ് പുസ്തകങ്ങളും അലമാരയും നൽകി. മാറാട് പോലീസ് സ്റ്റേഷൻ ലൈബ്രറിയിലേക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ലയൺസ് ഭാരവാഹികളും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് ഈസ്റ്റ് മാറാട് പോലീസ് സ്റ്റേഷനിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും അലമാരയും നൽകി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡൈനി റാസിൽ, സോൺ ചെയർപേഴ്സൺ TG ബാലൻ, സെക്രട്ടറി ലീല രാജഗോപാൽ, റിയാസ് അലി എന്നിവർ പുസ്തകങ്ങളും അലമാരയും വിതരണം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ 49ാം ഡിവിഷൻ കൗൺസിലർ കൊല്ലരത്ത് സുരേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്ര തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ജനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് രീതിയിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയും. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാറാട് സ്റ്റേഷനിൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ചോദിക്കുമ്പോൾ പേടിയാവില്ല. മാറാട് സ്റ്റേഷനിലേക്ക് ഒരു പേടിയും വേണ്ട. നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു, നല്ല ആളുകളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഞാനിപ്പോൾ 4 കൊല്ലം സ്റ്റേഷനിൽ തന്നെ ബന്ധപ്പെടുന്നതാണ്. വളരെ നല്ല രീതിയിലൊക്കെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സ്റ്റേഷനാണ് മാറാട് സ്റ്റേഷൻ. മറ്റുള്ള സ്റ്റേഷനെക്കാട്ടിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റേഷനാണ് മാറാട്. എല്ലാ രീതിയിലും എല്ലാവരുമായിട്ട് ഇടപെടലും, ജനങ്ങളായിട്ട് ഇടപെടലും, പ്രസൻസിയായിട്ട് ഇടപെടലും ആ ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഇവിടെ മെഗാ ക്യാമ്പയിനിൽ കണ്ടമാനം ആളുണ്ടാകാനുള്ള കാരണം നമ്മുടെ പോലീസും പ്രസിഡൻസും ഇടപെട്ടതുകൊണ്ടാണ്. മാറാട് ഇൻസ്പെക്ടർ ML ബെന്നിലാൽ അധ്യക്ഷനായിരുന്നു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡൈനി റാസിൽ, അർജുൻ ശശി, മാറാട് SI അജിത് AK, SI അഷറഫ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. JCI ഫറൂഖ് കോളേജ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഫെബ്രുവരി 28 ഫറൂഖ് കരുവൻതുരുത്തിയിൽ നടക്കും. വിവിധ മേഖലകളിലെ അവാർഡുകളും വിതരണം ചെയ്യും. ചടങ്ങുകള് ബിസിനസ്, കല, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ അവാർഡ് നൽകി ആദരിക്കുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. ബിസിനസ് മേഖലയിൽ OB ഭാവി, KR തമ്പി, പിന്നെ KT സുലൈഖ, പൂനം ദേശായി, അതുപോലെ KM സ്മിത, പിന്നെ ബിജേഷ്.
കെ അശ്വൻനാഥ് പ്രസിഡന്റ്, PT ജിതിൻ ചന്ദ്ര സെക്രട്ടറി, M വരുൺ ട്രഷറർ എന്നിവർ ഉൾപ്പെടുന്ന 18-അംഗ ഭരണസമിതിയാണ് ചുമതലയേൽക്കുന്നത്. വൈകിട്ട് 6:30 ഫറൂഖ് കരുവന്തുരുത്തി ഫെറി ലാൻഡിൽ വെച്ച് നടക്കുന്ന അശ്വമേധം സ്ഥാനാരോഹണ ചടങ്ങ് മുൻ ദേശീയ ചെയർമാൻ K പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബിസിനസ്, കല, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ അവാർഡ് നൽകി ആദരിക്കുമെന്നും നിയുക്ത പ്രസിഡന്റ് K അശ്വൻനാഥ്, നിയുക്ത സെക്രട്ടറി PT ജിതിൻ ചന്ദ്ര, നിയുക്ത ട്രഷറർ M വരുൺ, സ്ഥാപക പ്രസിഡന്റ് K ശ്രീജിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മങ്ങന്തര ശ്രീ ഭഗവതികാവിലെ തിറ താലപ്പൊലി മഹോത്സവം ഭക്ത്യാദരപൂർവ്വം നടന്നു. മണ്ണൂർ സുകുമാരൻ ശാന്തി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നോർത്ത് ബേപ്പൂർ നടുവട്ടം തോണിച്ചിറ റോഡ് മങ്ങന്തര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി ഉത്സവ ചടങ്ങുകൾ പ്രദേശവാസികളുടെ വലിയ പങ്കാളിത്തത്തോടെ നാടിന്റെ ആഘോഷമായി കൊണ്ടാടി. ഗണപതി ഹോമം, ഉഷപൂജ, കലശം, കാവുണർത്തൽ, മധ്യാഹ്ന പൂജ, ആണ്ടിപൂജ, ദീപാരാധന തുടങ്ങിയ പൂജാതി കർമ്മങ്ങളും തിറ, വെള്ളാട്ട് തുടങ്ങിയ ക്ഷേത്രകലകളും ആചാരവിധിപ്രകാരം നടന്നു. ഭക്തർക്കായി പ്രസാദ ഊട്ട് നൽകി. തായമ്പകയും അവതരിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന താലപ്പൊലിയിൽ സ്ത്രീകളും കുട്ടികളും താലമേന്തി. ഗുരുതിയോടെ ഉത്സവദിന ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ M സുരേശൻ, M സിദ്ധാർത്ഥൻ, M ശ്രേയസ്, മാതൃസമിതി ഭാരവാഹികളായ പ്രജിത രാജാറാം, ഗീത മഠപ്പറമ്പ്, ബേബി ബാബു എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മലബാറിലെ ജനങ്ങളുടെ ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി പരിസരത്ത് ധർണ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 27 രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ധർണ നടക്കുക. ധർണ SDPI കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റംഷീന ജലീൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷബ്ന TP തുടങ്ങിയവർ അറിയിച്ചു. 100 ഔട്ട്ലെറ്റ് സെലിബ്രേഷന്റെ ഭാഗമായി ഡിസ്കണക്ട് ടു റീകണക്ട് എന്ന ക്യാമ്പയിൻ കൊക്കോ കൂപ്പ അവതരിപ്പിക്കുന്നു. സ്ക്രീനുകൾക്കപ്പുറം ജീവിതത്തോട് കൂടുതൽ ബന്ധപ്പെടാൻ ഈ ക്യാമ്പയിൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് കൊക്കോ കൂപ്പ സാരഥികൾ പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമായി ബിസിനസ് മീറ്റ്, ഫ്രീ മീൽ ഡ്രൈവ്, ഫുഡ് ഫെസ്റ്റ്, മ്യൂസിക് നൈറ്റ് എന്നിവയും സംഘടിപ്പിക്കും. ഡിസ്കണക്ട് ടു റീകണക്ട് എന്ന ക്യാമ്പയിൻ പന്നിയങ്കര ഔട്ട്ലെറ്റിൽ 3 മണി മുതൽ 6 മണി വരെയാണ് നടക്കുകയെന്ന് മാനേജിംഗ് ഡയറക്ടർ റഫീഖ് കേളൌട്ട്, സോഷ്യൽ മീഡിയ എക്സ്ക്ലൂസീവ് റിൻഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2025 ഡിസംബറോടെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. പുതിയടത്ത് താഴം ചിറക്കുഴി റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. എല്ലാ കേന്ദ്ര അവഗണനകളെയും ചെറുത്തു തോൽപ്പിച്ച് കേരളം പട്ടിണിക്കാരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. ബേപ്പൂരിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.